وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على من لا نبي بعده. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 69-ാം അധ്യായമായ സൂറത്തു അൽ-ഹാഖയിലെ 37 ആയത്തുകൾ അൽഹംദുലില്ലാ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ 38 മുതൽ 43 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത് സത്യവിശ്വാസികൾക്കും അവിശ്വാസികളാകുന്ന ആളുകൾക്കും നാളെ പരലോകത്ത് ഒരേ അവസ്ഥ ആയിരിക്കുകയില്ലെന്നും ദുനിയാവിൽ നിന്ന് അവർ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളുടെയും കർമ്മരേഖ അവർക്ക് നൽകപ്പെടും. പക്ഷേ വിശ്വാസികളുടേത് വലത് കൈയിലായിരിക്കും നൽകുക. അപ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും. എന്നാൽ അവിശ്വാസികളുടെ, അള്ളാഹുവിനെ പരിഹസിച്ച, പ്രവാചകന്മാരെ ധിക്കരിച്ച ആളുകളുടെ കർമ്മരേഖ അവരുടെ ഇടത് കൈയിലാണ് നൽകപ്പെടുക എന്നും, അങ്ങനെ നൽകുമ്പോൾ അവർക്ക് വല്ലാത്ത വേദന തോന്നും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കാക്കുന്ന മലക്കുകളോട് അവരെ പിടിക്കുവാനും അവരെ ആമം വെക്കുവാനും ജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കുവാനും 70 മുഴം നീളമുള്ള ചങ്ങലയിൽ പ്രവേശിപ്പിക്കുവാനും പറയും. അതിൻ്റെ കാരണമായി അല്ലാഹു പറഞ്ഞത്, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചില്ല ദുനിയാവിൽ. അതോടുകൂടെ പാവങ്ങളാകുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിൽ ഒരു പ്രോത്സാഹനം കൊടുക്കാത്തവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആ നരകത്തിൽ വലിയ പ്രയാസമാണ് ഉണ്ടാവുക. അവരെ നരകത്തിലേക്ക് എറിയപ്പെടും. ആ നരകത്തിലെത്തിയാൽ ദുനിയാവിൽ വലിയ എല്ലാത്തിനും അവർക്ക് ബന്ധുക്കളുണ്ടാകും, സഹായികളുണ്ടാകും. പക്ഷേ അവർക്ക് ആ നരകത്തിൽ ഒരു ബന്ധുവും ഉണ്ടാവുകയില്ല, ഒരു ചങ്ങാതിമാരും ആ നരകത്തിൽ ഉണ്ടാവുകയില്ലെന്നും അവർക്ക് നൽകപ്പെടുന്ന ഭക്ഷണം ഗസ്ലീൻ ആയിരിക്കും. ആ ഗസ്ലീൻ അവിശ്വാസികളാകുന്ന, തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ചിട്ടപ്പെടുത്തിയ, അങ്ങനെ തോന്നിവാസികളായി ദുനിയാവിൽ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഗസ്ലീൻ എന്ന ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതൊരിക്കലും അവർക്ക് സഹിക്കാൻ കഴിയാത്ത ഭയാനകരമായ ശിക്ഷാമുറയാണ് എന്നാണ് അല്ലാഹു തആല ബോധ്യപ്പെടുത്തിയത്.
തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അഥവാ അന്ത്യനാള് വരുമെന്നും ആ അന്ത്യനാൾ യാഥാർത്ഥ്യമായിരിക്കും, അവിടെ പരലോകമുണ്ട്, സൂറന്ന കാഹളത്തിലുള്ള ഊത്തുണ്ട്, അതോടുകൂടെ എല്ലാവരും അള്ളാഹുവിന്റെ കോടതിയിലെത്തും, അവിടെ കർമ്മരേഖകൾ നൽകലുണ്ട്, അത് വലത് കൈയിൽ നൽകുന്നവരും ഇടത് കൈയിൽ നൽകുന്നവരുമുണ്ട്. വലത് കൈയിൽ കിട്ടുമ്പോൾ അവർക്ക് സന്തോഷവും ഇടത് കൈയിൽ കിട്ടുമ്പോൾ അവർക്ക് സങ്കടവും ഉണ്ടാകും. വലത് കൈയിൽ കിട്ടിയാൽ അവർ സ്വർഗത്തിലായിരിക്കും, ഇടത് കൈയിലാണ് കിട്ടുന്നതെങ്കിൽ അവർ നരകത്തിലായിരിക്കും. ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ഏതെങ്കിലും കടങ്കഥകളായി തള്ളിക്കളയേണ്ടതല്ല. കൃത്യമായി അതിൽ വിശ്വാസമുണ്ടായിരിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. എന്താണത്? ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ. ഫലാ ഉഖ്സിമു, അല്ലാഹു പറയാ, ഫലാ ഉഖ്സിമു, എന്നാൽ ഇതാ ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഖസ്മ് സത്യം, ഉഖ്സിമു ഞാൻ സത്യം ചെയ്തു പറയുന്നു. അല്ലാഹു പറയുന്നത്. എന്തുകൊണ്ട് സത്യം ചെയ്ത് പറയുന്നു? ബിമാ ഒന്നുകൊണ്ട്, തുബ്സിറൂന നിങ്ങൾ കാണുന്ന ഒന്നുകൊണ്ട്. നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ടോ, അല്ലാഹു നമ്മോട് പറയാ, നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ടോ ആ കാണുന്ന മുഴുവൻ കാര്യങ്ങളെ കൊണ്ടും വസ്തുക്കളെ കൊണ്ടും സത്യം ചെയ്ത് ഞാൻ ഇതാ പറയുന്നു. വമാ ഒന്നുകൊണ്ടും ലാ തുബ്സിറൂന നിങ്ങൾ കാണാത്ത പലതുമുണ്ട്. എല്ലാം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് വളരെ 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 1% പോലും കാണാത്തവരാണ്. കണ്ടതല്ല കൂടുതലുള്ളത് കാണാത്തതാണ്. അള്ളാഹു പറയുന്നത്, നിങ്ങൾ എന്തെല്ലാം കാണുന്നതുണ്ടോ ആ കാണുന്നതും നിങ്ങൾ എന്തെല്ലാം കാണാത്തതായിട്ടുണ്ടോ അതുകൊണ്ടും സത്യം ചെയ്ത് ഞാനിതാ ഒരു കാര്യം പറയുന്നു. എന്താ അല്ലാഹു തആല ഇത്രത്തോളം ഗൗരവത്തോടെ സത്യം ചെയ്ത് പറയുന്നത്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇന്നഹു തീർച്ചയായും അത്, ഏത്? മുമ്പിൽ പറഞ്ഞ അൽഹാഖ എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ 37 ആയത്തുകളിലൂടെയായി അള്ളാഹു ഒരുപാട് കാര്യം പറഞ്ഞു തന്നു. ആ കാര്യങ്ങൾ ഇന്നഹു തീർച്ചയായും അത്, ലഖൗല്, ഖൗല് വാക്ക്, വചനം, ലഖൗലുൻ വാചകമാണ്, വചനങ്ങളാണ്, റസൂലിൻ ഒരു റസൂലിന്റെ ദൂതന്റെ. എങ്ങനത്തെ ദൂതനാണത്? കരീം ഏറെ മാന്യനായ ദൂതന്റെ വാക്ക് തന്നെയാണത്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. തീർച്ചയായും അത് ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു തന്നിട്ടുള്ള ഈ വാക്യങ്ങളെല്ലാം മാന്യനായ ഒരു ദൈവദൂതന്റെ വാക്കുകളാണ്. മനസ്സിലായില്ലേ? അതേതെങ്കിലും മുഹമ്മദ് എന്ന പ്രവാചകൻ സ്വന്തമായി ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. അതെല്ലാം അദ്ദേഹത്തിന്റെ പരിശുദ്ധനായ ആ ദൂതന്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പിന്നീട് പറയുന്നത് എന്താ? വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ. വമാ ഹുവ അതല്ല, ഏതല്ല? വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളല്ല. ബിഖൗല് ഒരു വാക്കല്ല, ശാഇർ, ശാഇർ എന്ന കവി. വമാ ഹുവ അതല്ല, ബിഖൗലി ശാഇർ ഒരു കവിയുടെ വാക്കല്ല. അത് ഏതെങ്കിലും ഒരു കവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ശത്രുക്കൾ പലതും ആരോപിച്ചിരുന്നു. അതിലൊരു ആരോപണമാണ് എന്ത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിയാണ് എന്നത്. അല്ലാഹു തആല പറയാ, വമാ ഹുവ ബിഖൗലി ശാഇർ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഏതെങ്കിലും ഒരു കവിയിൽ നിന്ന് ഉണ്ടായ വാക്കല്ല. പക്ഷേ ഖലീലൻ മാ തുഅ്മിനൂൻ, വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. ഒരിക്കലും അത് ഒരു കവിയുടെ വാചകമല്ല. വലാ ബിഖൗലി കാഹിൻ, വലാ ബിഖൗൽ ഒരു വാചകവും അല്ല, ഒരു വാക്കുമല്ല. ആരുടെ? കാഹിൻ ജ്യോത്സ്യക്കാരന്റെ, ഗണിതക്കാരന്റെ വാക്കുമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ആരോപിച്ചിരുന്ന മറ്റൊരാരോപണമാണ് മുഹമ്മദ് കാഹിനാണ് എന്നത്. ഷാഇറാണെന്ന് ആരോപിച്ചു. അതേ പ്രകാരം കവിയാണെന്ന് പറഞ്ഞു. അതുപോലെ കാഹിൻ ജ്യോത്സ്യക്കാരനാണെന്ന് പറഞ്ഞു. ജ്യോത്സ്യത്തിലൂടെയാണ്
അതല്ലെങ്കിൽ കാവ്യത്തിലൂടെയാണ് മുഹമ്മദ് ഇതെല്ലാം പറയുന്നത് എന്നായിരുന്നു അവർ ജൽപ്പിച്ചിരുന്നത്. അല്ലാഹു തആല അവരുടെ ആ രണ്ട് ജൽപ്പനങ്ങൾക്കും മറുപടി കൊടുക്കുകയാ. വലാ ബിഖൗലി കാഹിൻ, അത് മുഹമ്മദ് പറയുന്ന വാചകങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നക്കാരന്റെ, ഒരു ജ്യോത്സ്യക്കാരന്റെ വാക്കല്ല. പക്ഷേ ഖലീലൻ മാ തദക്കറൂൻ, വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആലോചിക്കാനുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ, വാക്കുകൾ ഇത്രയും ഘടന ഒപ്പിച്ചുകൊണ്ട് ഒരു വർത്തമാനം പറയാൻ ഏതെങ്കിലും കാഹിനിനോ ഏതെങ്കിലും ഷാഇറിനോ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവാണ്, നിങ്ങളുടെ ആലോചനയുടെ കുറവാണ് ഇത്തരം ആരോപണങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾ ഉന്നയിക്കുന്നത്. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് ആലോചനയില്ലാത്തത് കൊണ്ടാണ്, വിശ്വാസം പൂർണ്ണമാകാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല 43-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? എവിടെ നിന്ന് കിട്ടിയതാണ്? തൻസീലും മിർ റബ്ബിൽ ആലമീൻ. തൻസീലുൻ, അത് അവതരിപ്പിക്കുന്നതാണ്. ആദ്യം പറഞ്ഞു എന്ത്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, നിശ്ചയമായും വിശുദ്ധ ഖുർആൻ മാന്യനായ ഒരു ദൈവദൂതന്റെ വാക്കാണ്. ആ ദൈവദൂതന് ഇത് എവിടുന്നാ കിട്ടുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന ദൈവദൂതന് ഇതെവിടെ നിന്നാ കിട്ടുന്നത്? ആ ദൈവദൂതൻ ഒരിക്കലും ഒരു കവിയുടെ വാക്കായിട്ടല്ല അത് പറയുന്നത്, ഒരു പ്രശ്നക്കാരനോ ജ്യോത്സ്യക്കാരന്റെയോ വാക്കല്ല ഖുർആൻ. ആ മാന്യനായ ദൈവദൂതന് എവിടെ നിന്നത് കിട്ടുന്നു? അതിന്റെ ഉത്തരമാണ് 43-ാമത്തെ ആയത്ത്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. തൻസീലുൻ, അത് ഇറങ്ങുന്നതാണ്, അത് അവതരിപ്പിക്കുന്നതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുന്നത് എവിടെ നിന്ന് ഉള്ള വാക്കായിട്ടാണ്? മിർ റബ്ബിൽ ആലമീൻ. മിർ റബ്ബ്, രക്ഷിതാവിൽ നിന്ന്, അൽ ആലമീന, ലോകരുടെ രക്ഷിതാവിൽ നിന്ന്. അപ്പൊ ലോകരുടെ സർവലോക രക്ഷിതാവിങ്കലിൽ നിന്ന് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിലൊരിക്കലും കളവ് വരികയില്ല. നിങ്ങൾ കരുതുന്നത് പോലെ, നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ മുഹമ്മദ് ഒരു കാഹിനോ ഷാഇറോ അല്ല. ആ കാഹിനിൽ നിന്നോ ഷാഇറിൽ നിന്നോ ഉണ്ടാകുന്നതല്ല. ആ മാന്യനായ പ്രവാചകൻ അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പല മുഫസ്സിറുകളും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. ഏതാണത്? ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഇസ്ലാമിനെ ഒരുപാട് ദ്രോഹിച്ച വ്യക്തിയായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരുപാട് ഉപദ്രവിച്ച, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നഖശികാന്തം അതിന്റെ പ്രാരംഭഘട്ടത്തിൽ എതിർക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ഒരു ദിവസം മുഹമ്മദിനെ കാണാൻ പുറപ്പെട്ടു. അദ്ദേഹം പള്ളിയിലാണ് ഉള്ളത് എന്നറിഞ്ഞു. ഞാൻ പള്ളിയിലേക്ക് പോയി. പക്ഷേ ഞാൻ പള്ളിയിലെത്തുന്നതിന്റെ മുമ്പ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെത്തിയിരുന്നു. ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹം പള്ളിയിൽ മുമ്പിലെത്തിയിട്ടുണ്ട്, എന്നേക്കാൾ മുമ്പേ എത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ ചെന്നു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹാഖതു മൽഹാഖ എന്ന് പറയുന്ന സൂറത്തുൽ ഹാഖ പാരായണം ചെയ്യാൻ തുടങ്ങി. മനസ്സിന് ഇമ്പം നൽകുന്ന, ആരും ഒന്ന് കേട്ടാൽ കേട്ട് നിന്നു പോകുന്ന വല്ലാത്ത ഒരു ഘടനയും വല്ലാത്ത ഒരു സന്തോഷവും ഒക്കെയാണ് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിന്റെ ആ വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഹാഖയുടെ ഓരോ വാചകങ്ങളും അറബി അറിയാവുന്ന ഒരുപാട് കാവ്യങ്ങൾ കേട്ടിട്ടുള്ള എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എല്ലാവരും മുഹമ്മദിനെ കുറിച്ച് പറയുന്നുണ്ട് അവനൊരു കവിയാണ് എന്ന്. തീർച്ചയായും ഇത് വല്ലാത്ത ഒരു കവി തന്നെയാണ് ഇവൻ. മുഹമ്മദ് വല്ലാത്തൊരു കവിയാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു. സൂറത്തുൽ ഹാഖ കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ എൻ്റെ മനസ്സിലാണത് പറഞ്ഞത്. എല്ലാവരും പറയുന്നത് പോലെ ഈ മുഹമ്മദ് ഒരു കവി തന്നെയാണ്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ കരുതിയപ്പോഴാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് അവിടെ നിന്ന് ഓതുന്നു, വമാ ഹുവ ബിഖൗലി ശാഇർ, അതൊരിക്കലും ഒരു കവിയുടെ വാക്കല്ല എന്ന് അതിന്റെ ബാക്കിയായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി എന്ന് ആരാ പറയണത്? ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പുള്ള ഒരു സംഭവം പറയാണ്. ഞാൻ വമാ ഹുവ ബിഖൗലി ശാഇർ, ഇതൊരിക്കലും ഒരു കവിയുടെ വാചകമല്ല എന്ന് അദ്ദേഹം ഓതി. 40-ാമത്തെ വചനം ഓതി. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഞാൻ മനസ്സിൽ പറഞ്ഞു, എനിക്ക് മനസ്സിൽ തോന്നി എന്ത്, എന്നാൽ അദ്ദേഹം കവിയല്ലെങ്കിൽ, അദ്ദേഹം പറയുന്നത് ഇത് കവിതയല്ലെങ്കിൽ വല്ല ജ്യോത്സ്യൻ പണിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. അതെ, ഒരു കാഹിനായിരിക്കും അദ്ദേഹം, ജ്യോത്സ്യന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വല്ലതും ആയിരിക്കും, ഒരു പ്രശ്നക്കാരനായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് മനസ്സിൽ എനിക്ക് തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഓതിയത് വലാ ബിഖൗലി കാഹിൻ, അതൊരു പ്രശ്നക്കാരന്റെ വാക്കുമല്ല, അതൊരു പ്രശ്നക്കാരന്റെ ജ്യോത്സ്യക്കാരന്റെ വാക്കുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സൂറത്തുൽ ഹാഖയിലൂടെ ഓതി എന്ന് ആരാ പറയണത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. 40-ാമത്തെ വചനവും 41-ാമത്തെ ആയത്തും ഓതി. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ അതോടുകൂടെ ഇസ്ലാം സ്ഥാനം പിടിക്കുകയും, എനിക്കതുവരെ ചെറിയ സംശയങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അത് കേട്ടതോടുകൂടെ എനിക്ക് ഒന്നുകൂടെ എൻ്റെ വിശ്വാസം ആർജിക്കുകയും വിശ്വാസം ദൃഢമാവുകയും വിശുദ്ധമായ ഇസ്ലാമിലേക്ക് എനിക്ക് കടന്നു വരാനുള്ള ധാരാളം പ്രേരണകളിൽ, ധാരാളം കാര്യങ്ങളിൽ ഒരു വിഷയം ഈ സൂറത്തുൽ ഹാഖയായിരുന്നു എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വിഷയം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പല മുഫസ്സിറുകളും രേഖപ്പെടുത്തി വെച്ചതായി കാണാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുക, അതിലുള്ള എല്ലാ വാചകങ്ങളും തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ വാചകങ്ങളാണ്. അള്ളാഹുവിന്റെ വാചകങ്ങളല്ലാത്ത ഒരു വാചകവും ഒരായത്തും ഒരു ആദർശവും വിശുദ്ധ ഖുർആനിലില്ല എന്ന് കൃത്യമായി ഞാനും നിങ്ങളും വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.